ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നത് നമ്മൾ അമ്പലത്തിലൊക്കെ ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പമില്ലേ, ഭയങ്കര സ്വാദാണല്ലേ. വളരെ ട്രഡീഷണൽ ആയിട്ടാണ് അവരത് മേക്ക് ചെയ്യുക. അപ്പം അങ്ങനെയുള്ള ഒരു ഉണ്ണിയപ്പം നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുത്താലോ? അപ്പം വീഡിയോയിലോട്ട് പോവാം. ആദ്യം തന്നെ നമ്മളിവിടെ ഉണങ്ങലരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 4 ഗ്ലാസ്സിൽ ഞാൻ നിങ്ങളെ കാണിച്ച ഗ്ലാസ്സിൽ അളന്നിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ പാളയംകോടൻ പഴമാണ് കേട്ടോ, അതൊരു 3 എണ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ശർക്കര ഒരു 6-7 പീസ് നിങ്ങളെ മധുരത്തിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് നമ്മൾ ശർക്കര ഉരുക്കിയിട്ട് അരിച്ചെടുക്കണം. പിന്നെ നമുക്ക് ഇതിലേക്ക് നിങ്ങൾക്ക് നമ്മുടെ മട്ട അരിയുടെ അവിലില്ലേ, ചുവന്ന അവിൽ, അതും ഉണ്ടെങ്കിൽ നന്നായിരിക്കും. കുറച്ചൊന്ന് വെള്ളത്തിൽ ഒരു പിടി കുതിർത്തിട്ട് ഈ പഴത്തിൻ്റെ കൂടെ ഇപ്പോൾ ചേർത്തിട്ട് കുഴക്കുകയാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അവിൽ അവൈലബിൾ ആയിരുന്നില്ല. അപ്പോൾ നമ്മൾ വിനായക ചതുർത്ഥിക്ക് വേണ്ടി ഉണ്ടാക്കിയതാണേ. അപ്പോൾ ആ ഒരു പഴവും നമ്മളെ ശർക്കരപ്പാനി കുറച്ച് ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ കൈ വെച്ച് ഞെരടി എടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ അവിലും കൂടെ ഉണ്ടെങ്കിൽ, അവിൽ കുതിർത്തിയതും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. എന്നിട്ട് അത് നമ്മൾ നമ്മുടെ ഉണങ്ങലരിയുടെ അരിപ്പൊടിയിലേക്ക് ചേർക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇതൊന്നും നിങ്ങൾ മിക്സിയിലൊന്നും അടിച്ചെടുക്കരുത്, അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. അമ്പലങ്ങളിലൊന്നും മിക്സിയൊന്നും ഉപയോഗിക്കില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് ശർക്കരപ്പാനി ഒഴിക്കുക, കുഴച്ചെടുക്കുക, നന്നായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു ദോശമാവിൻ്റെ പാകം, അല്ലെങ്കിൽ ദോശമാവിനേക്കാൾ കുറച്ചും കൂടെ കട്ടിയുള്ള പാകം. അപ്പോൾ ഇതിങ്ങനെ ഇരിക്കും തോറും ഇങ്ങനെ കട്ടിയായി വരും. അപ്പോൾ അതിനനുസരിച്ച് നമ്മളെ ശർക്കരപ്പാനി കുറച്ച് കൂടുതലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഒരു തിക്നെസ്, അതായത് ആ ദോശമാവിനേക്കാൾ കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു തിക്നെസ്സിലേക്ക് ആക്കിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ കണ്ടില്ല. അപ്പോൾ ആ പഴവും നിങ്ങളെ കയ്യിൽ അവിലുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അവിൽ ചേർക്കുകയാണെങ്കിൽ. അപ്പം ഞാൻ ഈ ഒരു ദിവസം ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തായാലും അത് നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു. നല്ല ടേസ്റ്റാണ് ഈ ഒരു ഉണ്ണിയപ്പം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എന്നിട്ട് നമ്മളിതാ അപ്പം തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഒരു റെസ്റ്റിന് വെക്കുകയൊന്നും വേണ്ട. നമ്മൾ അപ്പക്കാര വെച്ചു. അപ്പക്കാര നമ്മളെടുത്തുള്ളത് അലുമിനിയത്തിൻ്റെയാണ്. നല്ല പഴയ ഓടിൻ്റെയൊക്കെ അപ്പക്കാരയാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ഉണ്ടാവും. നമ്മളതിലേക്ക് ഫുള്ള് നെയ്യല്ല, എനിക്ക് നെയ്യ് അധികം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഫുള്ള് നെയ്യിലുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് കൂടുതൽ എടുത്തിട്ടുള്ളത്. അതിലേക്കൊരു ഫ്ലേവറിന് വേണ്ടി മാത്രമേ ഞാനിവിടെ നെയ്യ് ആഡ് ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് നെയ്യും വെളിച്ചെണ്ണയും ഹാഫ് എടുക്കുക, അല്ലെങ്കിൽ ഫുള്ള് നെയ്യ് എടുക്കുക, അതൊക്കെ നിങ്ങളുടെ ഓപ്ഷണലായിട്ട് ചെയ്യാം കേട്ടോ. പിന്നെ ഓയിലൊന്നും ഉപയോഗിക്കരുത്, വെളിച്ചെണ്ണ എങ്കിലും നിങ്ങൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കണം. എന്നിട്ട് അതിലേക്ക് ആ ഒരു അപ്പക്കാരയുടെ കുഴിയുടെ ഒരു പകുതി, അതായത് പകുതി എന്ന് പറയുമ്പോൾ നല്ല ചെറുതാവേണ്ട, ആ ഒരു പകുതിയിൽ നമ്മൾ ആ മാവ് ഒഴിച്ചു കൊടുക്കുക. അത് നന്നായി പൊന്തി വരും കേട്ടോ. നമ്മൾ വേറെ ഒന്നും ഇപ്പം ഇതിൽ അപ്പഷോടയോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ചേർക്കാതെ തന്നെ നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള അപ്പം നമുക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ കണ്ടില്ലേ, അത് നന്നായിട്ട് ഈസി ആയിട്ട് നമുക്കിങ്ങനെ ബലമൊന്നും കൊടുക്കേണ്ട, അതിൽ നിന്ന് തന്നെ അതിങ്ങനെ വിട്ട് വരും കേട്ടോ. നമ്മളൊരു കാര്യം പറയാൻ വിട്ടുപോയി. നമ്മൾ ഈ പഴവും അല്ലെങ്കിൽ ഈ അവിൽ കുതിർത്തൊക്കെ ചേർത്ത് നമ്മളിങ്ങനെ കുഴയ്ക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ കൂടെയാണ് കേട്ടോ. അപ്പം ഞാനതിൽ ടേസ്റ്റ് കിട്ടുക എന്ന് പറയുന്നുണ്ട്. ടേസ്റ്റ് മാത്രമല്ല, അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന് നല്ല സോഫ്റ്റ്നെസ് കിട്ടുന്നത്. നമ്മൾ സാധാരണ മൈദ ചേർക്കുക അല്ലെങ്കിൽ അപ്പശോട ചേർക്കുക അങ്ങനെയൊന്നും ചെയ്യേണ്ട. നമ്മളിവിടെ ദൈവത്തിന് കൊടുക്കുന്ന ഉണ്ണിയപ്പത്തിൽ അതൊന്നും ഇടാൻ പാടില്ലല്ലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മളതിൽ നല്ല സോഫ്റ്റ്നെസ് ആട്ടോ കിട്ടുക. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് നമ്മളെ വീട്ടിലെല്ലാവരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അതുപോലെ നമ്മളോട് റെസിപ്പി ചോദിക്കാറുമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മുടെ ആരോഗ്യത്തിന് കേടില്ലാത്ത രീതിയിൽ നല്ല സാധനങ്ങൾ ഉണ്ടാക്കി കഴിക്കുന്നത് എപ്പോഴും നല്ലതല്ലേ. അപ്പോൾ ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ എനിക്ക് അനുഭവത്തിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങളാണ്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എപ്പോഴും എന്താ പറയുക വേവിച്ചെടുക്കേണ്ടത് കേട്ടോ. അല്ലെങ്കിൽ ഉള്ളു വേവാതെ വരും, പിന്നെ ഒരുപാട് ഹീറ്റായിട്ട് പുറമെ ഇങ്ങനെ കരിഞ്ഞു വരും. അതുകൊണ്ട് എപ്പോഴും മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ വേവിച്ചെടുക്കുക. പിന്നെ എപ്പോഴും ഇതുപോലൊരു ഫോർക്കോ പപ്പടക്കോലോ ഉപയോഗിക്കുക. കാരണം അല്ലെങ്കിൽ അത് നമ്മൾ സ്റ്റൗവിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മേലേക്ക് മറിഞ്ഞിട്ട് അപകടം ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ എപ്പോഴും അതിൻ്റെ ഒരു ബാലൻസിങ്, ചട്ടിയുടെ ബാലൻസിങ് ശ്രദ്ധിക്കുക. പിന്നെ നമ്മളിതുപോലെ ഒരു ഫോർക്കോ പപ്പടക്കോല് നമ്മൾ ഉപയോഗിച്ചിട്ട് അതിങ്ങനെ മറിച്ചിടുക. ഒരുപാട് ബലം അതിങ്ങനെ കൊടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെയൊക്കെ അപകടം, അതായത് ബിഗിനേഴ്സായിട്ട് കുക്ക് ചെയ്യുന്നവരൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പറയണത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ.
അപ്പോൾ ഇതാ നമ്മൾ അപ്പം ഞാനിതാ കൊടുന്നിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അതിൻ്റെ മണം അടിച്ചിട്ട് ഇങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ തോന്നുന്നുണ്ട്. ചൂട് കാരണം എനിക്കതൊന്ന് പൊട്ടിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് അതിൻ്റെ സോഫ്റ്റ്നെസ് ഞാൻ കാണിക്കുകയാണ്. ഞാനത് അവിടെ തന്നെ ഇട്ടു, എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും വന്നിട്ട് ഞാനതൊന്ന് നിങ്ങൾ തന്നെ ഒന്ന് മുറിച്ച് കാണിക്കാൻ കേട്ടോ. അപ്പോൾ ഭയങ്കര സോഫ്റ്റ്നെസ്സാണ്. അപ്പോൾ ഇതിൽ അവിലില്ലാതെ ഇത്ര ടേസ്റ്റും സോഫ്റ്റ്നെസ്സും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിലും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാക്കിയിട്ടുള്ള അനുഭവത്തിൽ നിന്ന് പറയണത് ഭയങ്കര സോഫ്റ്റ്നെസ് ആയിരിക്കും. ഇപ്പം തന്നെ ഇങ്ങനെ പഞ്ഞി പോലെ ഞെങ്ങുന്നുണ്ട്. അപ്പോൾ മറക്കാതെ നിങ്ങളെ വീട്ടിലൊക്കെ ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ ഈ ഒരു ഉണ്ണിയപ്പം. എന്നിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ.